Good morning, students. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് ദ ടോർഷ്യസ് ലൈബിലിറ്റിയെ കുറിച്ചിട്ടുള്ള രസയാണ്. വെൽക്കം ടു എജുക്ക ക്ലാസ് റൂം, ക്ലാസ് നമ്പർ 44. വി ക്യാൻ സ്റ്റാർട്ട്സ് ഓൺ ബൈ ഓൺ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് എസെൻഷ്യൽ കണ്ടീഷൻസ് ഫൗണ്ടേഷൻ ഓഫ് ടോർഷ്യസ് ലൈബിലിറ്റി. ഒരു ടോർഷ്യസ് ലൈബിലിറ്റിയുടെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ടോർഷ്യസ് ലൈബിലിറ്റിയുടെ എസെൻഷ്യൽ കണ്ടീഷൻസ് പ്രധാനമായിട്ടും 5 തരത്തിലാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു പോകുന്നത്. ടോർഷ്യസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെ ടോർഷ്യസ് ലൈബിലിറ്റിക്ക് ഒരു ഫൗണ്ടേഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ടോർഷ്യസ് ലൈബിലിറ്റി എന്ന് പറയണമെങ്കിൽ ദർ ആർ സർട്ടൺ എസെൻഷ്യൽ കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഒരു വ്യക്തി ടോർഷ്യസ് ആക്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇനി പറയുന്ന 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് ടോർഷ്യസ് ലൈബിലിറ്റി എന്ന് പറയാറുള്ളൂ. നമ്മൾ ഒന്നൊന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കൂ, the wrongful act or omission tortious liability arises from act or omission that violate a legal right of another person. എന്ന് വെച്ചാൽ എന്താണ്? ഒരു wrongful ആക്റ്റോ ഒരു ഒമിഷനോ ടോർഷ്യസ് ലൈബിലിറ്റി അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു ആക്റ്റോ ഒമിഷനോ വയലേറ്റ് ചെയ്യുമ്പോൾ വേറൊരാളുടെ ലീഗൽ റൈറ്റ്സ് വയലേഷൻ ചെയ്യപ്പെടുന്നു. അതായത് റോങ്ഫുൾ ആക്റ്റോ ഒമിഷനോ ഒരാൾ ചെയ്യുമ്പോൾ വേറൊരാളുടെ ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് എന്താകുന്നത്? അത് ടോർഷ്യസ് ലൈബിലിറ്റി ഉണ്ടാകുന്നത്. ഈ റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ റോങ്ഫുൾ ആക്ട് ഇൻഫ്രിജസ് അപ്പോൺ എ ഡ്യൂട്ടി റിക്കഗ്നൈസ്ഡ് ബൈ ലോ. ഓൾറെഡി ഒരു ഡ്യൂട്ടി റിക്കഗ്നൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, ആ ഡ്യൂട്ടി എന്ത് ചെയ്യുവാണ്? ഇൻഫ്രിജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, എ ഡ്രൈവ് ഹിസ് ബൈക്ക് അറ്റ് ആൻ എക്സസീവ് സ്പീഡ് ആൻഡ് ഹിസ് റാഷ് ആൻഡ് നെഗ്ലിജൻസ് ഡ്രൈവിംഗ് ഇഞ്ചുറി എനി പേഴ്സൺ ഓൺ ദ റോഡ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട്? എയുടെ എന്ത് ചെയ്യുവാണ്? എയുടെ ബൈക്കിന് എക്സസീവ് സ്പീഡ്, പറയുന്നതിനപ്പുറം വളരെ വലിയ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയും റാഷ് ആൻഡ് നെഗ്ലിജൻസിലൂടെ ഡ്രൈവ് ചെയ്ത് റോഡിലൂടെ പോകുന്ന മറ്റുള്ളവർക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നു. അപ്പോൾ അത് റോങ്ഫുൾ ആക്ട് ആണ്, റോങ്ഫുൾ ഒമിഷൻ ആണ്. ലോ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലോ റിക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്രിജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ലീഗൽ ഡാമേജസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട മാക്സിംസിലാണ്, അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട ഡിവിഷൻസിലാണ്. അതായത് ടു എസ്റ്റാബ്ലിഷ് എ ടോർട്ട് ദ claimant must show that they suffered legal damages. അതായത് ഇത് സഫർ ചെയ്ത ആള് ലീഗൽ ഡാമേജസ് തെളിയിക്കണം. അതായത് 2 രീതിയിലാണ് വിച്ച് ക്യാൻ ബി 2 ടൈപ്പ് ഓഫ് ലീഗൽ ഡാമേജസ് ഇൻ ടോർട്ട്. ഒന്ന് ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനോ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ്സ് വിത്തൗട്ട് ആക്ച്വൽ ഡാമേജസ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലീഗൽ റൈറ്റ്സ് വയലേഷൻസ് മാത്രമാണ് ഉള്ളത്. ലീഗൽ റൈറ്റ്സ് വയലേഷൻ ആണ്, പക്ഷെ അതിനകത്ത് ആക്ച്വൽ ഡാമേജസ് ഒന്നുമില്ല. അതാണ് ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനോ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനോ മീൻസ് വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ്സ് വിത്തൗട്ട് ആക്ച്വൽ ഡാമേജസ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ, ആക്ച്വൽ ഡാമേജസ് ഇല്ല. ഉദാഹരണത്തിന് ട്രെസ്പാസ്. രണ്ടാമത്തത് ഡാമിനം സൈൻ ഇഞ്ചൂറിയ. ഡാമിനം സൈൻ ഇഞ്ചൂറിയ എന്ന് പറയുന്നത് ആക്ച്വൽ ഹാം ഓർ ലോസ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ലീഗൽ ഇഞ്ചുറി ഇല്ലാതെ ഹാമും ലോസും സംഭവിക്കുന്നു. ലീഗൽ ഇഞ്ചുറി ഇല്ലാതെ ലോസും ഹാമും സംഭവിക്കുന്നു. ഉദാഹരണത്തിന് ലോസ് ഓഫ് ബിസിനസ് ഡ്യൂ ടു അൺലോഫുൾ കോമ്പറ്റീഷൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എന്ന് വെച്ചാൽ എന്തുവാണ്? ബിസിനസ് ലോസ് സംഭവിക്കുന്നു. നിയമവിരുദ്ധമല്ലാത്ത രീതിയിലുള്ള കോമ്പറ്റീഷൻസ് കൊണ്ടുവരുന്നെങ്കിൽ കൂടിയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്? ആക്ച്വൽ ഹാമോ ഒരു ലോസോ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ ലീഗൽ ഇഞ്ചുറി സംഭവിക്കുന്നില്ല. അത് നോക്കൂ. ഇനി ഓരോന്നായിട്ട് ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനോ എന്താണ്, ഡാമിനം സൈൻ ഇഞ്ചൂറി എന്താണെന്ന് നമ്മൾ പറയാൻ പോവാണ്. ഈ ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനോ മീൻസ് വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ്സ് വിത്തൗട്ട് ആക്ച്വൽ ഡാമേജസ്. ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻ. നമുക്ക് ആക്ച്വൽ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷെ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻസ് ഉണ്ട്. ഇവിടെ ഡാമേജസ് ഇല്ല. ഇഞ്ചുറി മീൻസ് വയലേഷൻ ഓഫ് സം ലീഗൽ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ. അതാണ് ടോട്ടൽ ഉദ്ദേശിക്കുന്നത്. ഇഞ്ചുറി മീൻസ് വയലേഷൻ ഓഫ് സം ലീഗൽ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലീഗൽ റൈറ്റ്സ് വയലേഷൻ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഇഞ്ചുറി സംഭവിക്കുന്നത്. there is a breach of infringement of private legal right. ഓരോ പ്രൈവറ്റ് ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. നോ ഡാമേജ്. പക്ഷേ ഈ ലീഗൽ റൈറ്റ്സ് മാത്രമേ വയലേറ്റ് ചെയ്തിട്ടുള്ളൂ, ഡാമേജസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ മാക്സിം മീൻസ് വെൻ എ ലീഗൽ ഇഞ്ചുറി ഈസ് caused to a person, it is actionable even though there is no damages to the person. ഈ മീൻസിന്റെ മീനിങ് എന്താണ്?
ലീഗൽ ഇഞ്ചുറി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അവിടെ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും എന്താണ്, ആക്ഷനബിൾ ആണ്. ദ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർട്ട് ഈസ് പ്രൊട്ടക്ട് ഹാം ബീയിങ് കോസ്ഡ്. ടോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കുക, നമ്മുടെ ബോഡി സംരക്ഷിക്കുക, നമ്മൾ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇഞ്ചുറിയസ് ആൻഡ് ഡാമിനത്തിൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ആൻ ആക്ഷൻ ഫോർ ഡാമേജസ് ലൈഫ് ഫോർ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ലീഗൽ റൈറ്റ്സ്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളുടെ ലീഗൽ റൈറ്റ്സിനെ ഇൻഫ്രിഞ്ച്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയാണ് ഈ മാക്സിംസ് നിൽക്കുന്നത്. 3 പ്രധാനപ്പെട്ട കേസുകളുണ്ട്. ഒന്ന് ആഷ്ബി വേഴ്സസ് വൈറ്റ്. എന്താണ് ആഷ്ബി വേഴ്സസ് വൈറ്റിന്റെ ഫാക്ട് എന്ന് പറയുന്നത്, ഇത് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത് എന്താണ്, വാസ് ആൻ വോട്ടർ ഓഫ് ദ പാർലമെന്ററി ഇലക്ഷൻ. പാർലമെന്ററി ഇലക്ഷൻസിന്റെ ഒരു വോട്ടറാണ് ഈ നമ്മുടെ ഇതിന്റെ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. ഡിഫൻഡന്റ് എന്ത് ചെയ്തു, ഡിഫൻഡന്റ് ഈ ഇലക്ഷൻ ഓഫീസറാണ്. പുള്ളി എന്ത് ചെയ്യുവാണ്, പുള്ളി ഈ ഇദ്ദേഹത്തിനെ വോട്ട് ചെയ്യാനുള്ള എല്ലാ ലീഗൽ റൈറ്റ്സും ഉണ്ടായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാതെ ഇയാളെ റെഫ്യൂസ് ചെയ്തു, റോഫുള്ളി ഇയാളെ തടഞ്ഞു വെച്ചു, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, പക്ഷെ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലെയിൻറ്റിഫ് വോട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി വളരെ വലിയ മെജോറിറ്റിയിൽ വിജയിച്ചു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, അപ്പോൾ ഈ സ്ഥാനാർത്ഥിക്ക് അവിടെ എന്ത് ചെയ്തു, സ്ഥാനാർത്ഥിക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ കോടതി എന്ത് ചെയ്തു, 5 പൗണ്ട് ആരാണോ ഈ വോട്ട് ചെയ്യാൻ വന്ന ആളുടെ ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്താണ്, ദർ ഈസ് ഇപ്പൊ ഇഞ്ചുറിയസ് ആൻഡ് ഡാമേജ്, ദർ ഈസ് നോ ഡാമേജസ്. പക്ഷെ അവിടെ എന്തുണ്ടായിട്ടുണ്ട്, ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയുള്ള നമ്മൾ ഈ മാക്സിം പറയുന്നത്, ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻസ് ഉണ്ടെങ്കിൽ ഡാമേജസ് ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ആഷ്ബി വേഴ്സസ് വൈറ്റില് 5 പൗണ്ട് കോമ്പൻസേഷൻ കൊടുത്തു. ഇനി ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് GK. ജമ്മു കാശ്മീരിലെ ഒരു MP ആണ്, അല്ല ഒരു MLA ആണ് ഈ ഭീം സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ 24 മണിക്കൂറിനകത്ത് കൊണ്ട് ഹാജരാക്കിയതുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഈ ഭീം സിംഗ് അസംബ്ലിയിൽ പങ്കെടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഡാമേജസ് ഒന്നും ഉണ്ടായില്ല, അവിടെ അസംബ്ലിയൊക്കെ നടന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഈ ഒരു MLA കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് മസ്റ്റ് അറ്റൻഡ് ദ അസംബ്ലി സെക്ഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു MLA എന്താണ്, ഒരു MLA കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ്. അതാണ് വയലേറ്റ് ചെയ്തത്. അതുപോലെ 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞ് അതുമാണ് വയലേറ്റ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, അതിനെയും കോടതി എന്ത് ചെയ്തു, ശിക്ഷിച്ചു. 50,000 രൂപ കോമ്പൻസേഷൻസ് സുപ്രീം കോടതി അവാർഡ് ചെയ്തു പണ്ട്. അതുപോലെ തന്നെ അടുത്ത കേസ് കോൺസ്റ്റാന്റിനോ ഇമ്പീരിയൽ ലണ്ടൻ ഹോട്ടൽ കേസ്. പ്ലെയിൻറ്റിഫ് ഒരു വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്ററാണ്. അദ്ദേഹം ഒരു റൂം ബുക്ക് ചെയ്തു, ഡിഫൻഡന്റ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ട് അയാൾ ഇന്ന റൂം ഡിമാൻഡ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തത്. ആ റൂം ഡിമാൻഡ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് അയാൾ റൂം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോയ സമയത്ത് ആ റൂം അയാൾക്ക് കൊടുത്തില്ല. പക്ഷെ എന്താ ചെയ്യുന്നറിയാമോ, അതേ രീതിയിലുള്ള വേറൊരു റൂം ഹോട്ടലുകാർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്നിട്ടും കോടതി പറഞ്ഞ എന്താണ്, അത് ഇയാള് റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു ഹോട്ടലിലാണ് വേറെ റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ഇത് കോടതി പറഞ്ഞ എന്താണ്, എന്നിട്ടും ഇയാൾക്ക് പ്ലെയിൻറ്റിഫിന് ഒരു ഡാമേജ് സംഭവിച്ചില്ല എങ്കിലും ദെയർ വാസ് എ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സിന്റെ ഒരു വയലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് പ്ലെയിൻറ്റിഫിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ, നോമിനൽ ഡാമേജ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ക്ലിയർ ആയി. ഇനി അടുത്ത് നോക്കൂ. ഇനി റീസെന്റ് കേസ് പറയുന്നുണ്ട്, സുഭാഷ് സലൂജ വേഴ്സസ് ബീസ് രാജധാനി പവർ. 24 കേസാണ്. ദ ഡൽഹി ഡിസ്ട്രിക്ട് കോർട്ട് കോർട്ട് എക്സാമിൻ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇഞ്ചൂറിയസ് ആൻഡ് ഡാമിനംസ് ആൻഡ് ഇഞ്ചൂറിയയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞു. The judgment emphasized that while actual and substantial loss without infringement of legal rights is not actionable. അതായത് ലീഗൽ റൈറ്റ്സ് വയലേഷൻസ് ലീഗൽ റൈറ്റ്സ് വയലേഷൻ ആണുള്ളത്, ഡാമേജസ് ഇല്ലെങ്കിലും അത് നിൽക്കത്തില്ല. ഇത് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്സ് വിത്തൗട്ട് ആക്ച്വൽ ഡാമേജസ് ഈ ആക്ഷനബിൾ എന്ന് വെച്ചാൽ എന്താണ്, ലീഗൽ റൈറ്റ്സിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഡാമേജ് ഉണ്ടോ ഇല്ലയോ നോക്കത്തില്ല, അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഭൂമേന്ദ്ര റെഡ്ഡി വാസ സുബ്രയുധ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. 24 കേസാണ്. The court reiterated the harm without a legal injury termed damnum sine injuria.
അത് ഇത് പറഞ്ഞ എന്താണ്, കംപ്ലൈൻറ്റ് ടു ബി മെയിൻറ്റൈനബിൾ ദെയർ മസ്റ്റ് ബി എ ഡിപ്രൈവേഷൻ ഓഫ് ഡിനൈൽ ലീഗൽ റൈറ്റ്സ്. മെയിൻറ്റൈനബിൾ ആണ്, ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റൈനബിൾ ആണ്. ഈ കേസിനകത്ത് ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, ഇഞ്ചുറിയസ് ആൻഡ് ഡാമിനും ഇത് പ്രിൻസിപ്പിളാണ് റീസെൻറ്റ് ഇന്ത്യൻ ജുഡീഷ്യറിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, എന്തെങ്കിലും പൈസ എങ്കിൽ ഡാമേജസ് കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, അടുത്ത ഡാമിനം സൈൻ ഇഞ്ചൂറിയ, ഇഞ്ചൂറിയസ് ഡാമിനം സൈൻ ഇഞ്ചൂറിയ. ഡാമിനം സൈൻ ഇഞ്ചൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ഹാം ഓർ ലോസ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഒരു ലീഗൽ ഇഞ്ചുറി ഇല്ലാതെ, ഒരു ലീഗൽ ഇഞ്ചുറി ഇല്ലാതെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു, ഹാമും ലോസും സംഭവിക്കുന്നു. ഇവിടെ ഹാമുണ്ട് ലോസും ഉണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല, നേരത്തെ പോലെ ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻ ഇല്ല. ഇൻ സം കേസസ് എ പേഴ്സൺ മേ സഫർ ആക്ച്വൽ ഡാമേജസ്. ചില കേസുകളിൽ വ്യക്തികൾക്ക് ആക്ച്വൽ ഡാമേജസ് സംഭവിക്കും, ബട്ട് നോ ലീഗൽ റൈറ്റ്സ് ഇസ് വയലേറ്റഡ്. പക്ഷേ ആക്ച്വൽ ഡാമേജ് സംഭവിക്കുമെന്ന് പറഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നില്ല. ഇൻ ദിസ് കേസ് ദർ ഇസ് എ ഡാമേജ് ബട്ട് നോ ലീഗൽ ഇഞ്ചുറി. ഈ കേസിനകത്ത് എന്താണ്, ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവിടെ എന്തില്ല, ഒരു ലീഗൽ ഇഞ്ചുറി ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് ഡാമേജ് വിത്തൗട്ട് ബ്രീച്ച് ഓഫ് എ ലീഗൽ റൈറ്റ്സ് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർട്ട് ആൻഡ് വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് ഈസ് ആക്ഷനബിൾ ഇൻ ദ കോർട്ട് ഓഫ് ലോ. ഇതിന്റെ മീനിങ് എന്താണ്, ഡാമേജസ് വിത്തൗട്ട് ഡാമേജസ് ഇല്ലെങ്കിലും ലീഗൽ റൈറ്റ്സിന്റെ വയലേഷൻസ് ഉണ്ടെങ്കിൽ അത് കോമ്പൻസേഷൻ കൊടുത്തേ പറ്റുള്ളൂ. നേരെ തിരിച്ച്, അതായത് ഡാമേജസ് ഉണ്ടെങ്കിൽ കൂടിയും മറ്റേത് ഡാമേജസ് ഇല്ലെങ്കിലും ലീഗൽ റൈറ്റ്സ് വയലേഷൻസ് ഉണ്ടെങ്കിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ രണ്ടാമത് പറഞ്ഞ എന്താണ്, ഈ ഡാമിനസ് ആൻഡ് ഇഞ്ചൂറിയം പറയുന്നത് എന്താണ്, ഡാമേജസ് ഉണ്ട് പക്ഷെ അവിടെ എന്തില്ല, ദർ ഈസ് നോ ലീഗൽ റൈറ്റ്സ് വയലേഷൻ, കേസ് കൊടുത്തേ പറ്റുള്ളൂ. എവരി പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ക്യാരി ട്രേഡ് ഓർ പ്രൊഫഷൻ ഇൻ ദ കോമ്പറ്റീഷൻ വിത്ത് അതേഴ്സ്. എല്ലാ വ്യക്തികൾക്കും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം, അതായത് പ്രൊഫഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റും, അവനവൻ്റെ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം തൊട്ട് ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്തായാലും അത് ലോസ് സംഭവിക്കുമ്പോഴത്തേക്ക് ഇത് സംഭവിക്കും. അതിനകത്ത് നമുക്ക് മെയിൻറ്റൈനബിൾ ഒന്നും അല്ല, ബിക്കോസ് ഇതെന്താണ്, ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ദർ ഈസ് നോ ലീഗൽ റൈറ്റ്സ് വയലേഷൻ. ഗ്ലോസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്, മാസ്റ്റർ കേസ്, അതായത് ഡിഫൻഡന്റിന്റെ നേരെ ഓപ്പോസിറ്റ്, പ്ലെയിൻറ്റിഫിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്ലോസ്റ്റർ ഗ്രാമർ സ്കൂൾ തുടങ്ങി, സെയിം ഗ്രാമർ സ്കൂൾ തുടങ്ങി. ആ ഗ്രാമർ സ്കൂൾ എന്താണ് ചെയ്തത്, ഇതിനകത്ത് പ്ലെയിൻറ്റിഫ് ട്യൂഷൻ ഫീ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. പ്ലെയിൻറ്റിഫ് റണ്ണിങ് സ്കൂൾ, പക്ഷേ ഡിഫൻഡന്റ് അവിടെ എന്തോ ചോദിച്ചു, അത് സെയിം ഒരു സ്കൂൾ തുടങ്ങിയിട്ട് ട്യൂഷൻ ഫീ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു, അതുപോലെ കുട്ടികളുടെ സബ്സ്റ്റാൻഷ്യൽ മാർജിൻ കൊടുത്തു. അപ്പോൾ സംഭവിച്ചത് എന്താണ്, സ്വാഭാവികമായിട്ട് അയാളുടെ പഴയ സാറിൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അങ്ങോട്ട് പോയി. പ്ലെയിൻറ്റിഫിന് അത് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഒരു കോമ്പറ്റീഷൻ നടത്താനോ അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്താനോ എല്ലാവർക്കും കേസുണ്ട്, പക്ഷെ പ്ലെയിൻറ്റിഫിന് അവിടെ എന്ത് സംഭവിച്ചു, ഡാമേജ് സംഭവിച്ചു. പക്ഷെ പ്ലെയിൻറ്റിഫിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് റീസൺ എന്താണ്, ദർ ഈസ് നോ ലീഗൽ റൈറ്റ്സ് വയലേഷൻ. അതുപോലെ ഉഷബ് വേഴ്സസ് ഭാഗ്യലക്ഷ്മി ചിത്രാമന്ദർ, പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു, ഒരു പെർമനന്റ് ഇൻജൻഷൻ കൊടുത്തു. പെർമനന്റ് ഇൻജൻഷൻ ഡിഫൻഡന്റ് ടു റെസ്ട്രെയിൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്, ജയ് സന്തോഷ് എന്ന് പറയുന്ന ഒരു മൂവി, അത് റിലീജിയസ് ആയിട്ടുള്ള ഹിന്ദുക്കളുടെ റിലീജിയസ് ഫീലിങ്സ് ഹർട്ട് ചെയ്യുമെന്ന് കൊണ്ട് കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞ എന്താണ്, there was no violation of legal rights to the plaintiff, he cannot enter any legal remedy. പ്ലെയിൻറ്റിഫ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു ലീഗൽ റൈറ്റ്സ് വയലേഷൻസും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കേസ് മൂവി എടുക്കുക എന്നുള്ളത് ഇയാളുടെ ലീഗൽ റൈറ്റ്സ് വയലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ റീസെന്റ് കേസ് സുഭാഷ് സാൽജ വേഴ്സസ് രാജധാനി പവർ, the Delhi court referred the maxim, nothing that is substantial loss without infringement any legal rights does not provide a ground of legal action. ഒന്ന് വെച്ചാൽ എന്താണ്, ലീഗൽ റൈറ്റ്സ് വയലേഷൻസ് ഇല്ലാതെ എന്ത് തന്നെ ഡാമേജസ് വന്നാലും എന്ത് തന്നെ ഇൻഫ്രിഞ്ച്മെന്റ് ചെയ്താലും കോടതിക്ക് എന്ത് ചെയ്തില്ല, ലീഗൽ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഈ പ്രധാനപ്പെട്ട കേസുകൾ, അതുപോലെ ചനാബായി വേഴ്സസ് സർമള ഗോപാൽ വിവാക് കേസിനകത്ത് പറയുന്നത് എന്താണ്, ഗുജറാത്ത് ഹൈക്കോടതി ഡിസ്കസ് ചെയ്ത് ഡാമിനസ് ആൻഡ് ഇഞ്ചുറി ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് പറഞ്ഞത് emphasizing that a harm without the violation of legal rights not actionable. ലീഗൽ റൈറ്റ്സ് വയലേഷൻസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല, ആക്ഷനബിൾ അല്ല എന്ന് പറയുന്നത്. അതുപോലെ ഹെർമന്ത് പട്ടേൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഈ കേസിനകത്ത് പറയുന്നത് ഗുജറാത്ത് ഹൈക്കോടതി പറയുന്നുണ്ട് സബ്സ്റ്റാൻഷ്യൽ ലോസ് ലീഗൽ ഇൻഫ്രിഞ്ച്മെന്റ് ഇല്ലാതെ നടന്നാൽ അത് നിലനിൽക്കില്ല. അതുപോലെ ഈ രാജധാനി റാണി വേഴ്സസ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കേസും 2020 കേസിലും അത് തന്നെ പറയുന്നത്, സ്റ്റേറ്റിംഗ് ദാറ്റ് മെയർ ഡാമേജ് ഓർ ലോസ് വിത്തൗട്ട് ഇൻഫ്രിഞ്ച്മെന്റ്, എല്ലാ കേസിനകത്ത് ഇത് തന്നെയാണ് പറയുന്നത്. ഈ
ഈ കേസിനകത്ത് തന്നെ എല്ലാം ഇങ്ങനെ ഇൻഫ്രിഞ്ച്മെന്റ് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ലീഗൽ ഇൻഫ്രിഞ്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ആക്ഷനബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ കണ്ടീഷൻസ്, അപ്പം നമ്മൾ 1, 2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ ടോർഷ്യസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് എ കെയർ എ പേഴ്സൺ മസ്റ്റ് ഓൺ എ ഡ്യൂട്ടി കെയർ ടു അനദർ. ഇയാൾക്ക് എന്തുണ്ടാവും? ഡ്യൂട്ടി ഉണ്ടാവും. ഡ്യൂട്ടി ഓഫ് എ കെയർ ഓഫ് എ പേഴ്സൺ മസ്റ്റ് ഓ എ ഡ്യൂട്ടി ഓഫ് കെയർ ടു അനദർ എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അയാൾക്ക് അയാളെ മാത്രമല്ല മറ്റുള്ളവരെയും സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തും ഒരു ഡ്യൂട്ടി ഉണ്ട്. ഈ ഡ്യൂട്ടി ഡിറ്റർമൈൻ ചെയ്യുന്ന നിയമമാണ് ഡിപ്പെൻഡിങ് ദ നാച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടി. ആ പാർട്ടികളുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് എന്ത് ചെയ്യുവാണ്? ഈ ഡ്യൂട്ടി ഡിറ്റർമൈൻ ചെയ്യുവാണ്. അയാൾക്ക് ഹി ഹാസ് എ ഡ്യൂട്ടി, അയാൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി എന്ത് ചെയ്യുവാണ്? ആ ഡ്യൂട്ടി അയാൾക്ക് മറ്റുള്ളവരോടാണ് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി മെൻഷൻ ചെയ്യുന്ന എന്താണ്? റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. ദി ഡ്യൂട്ടി ഓഫ് കെയർ ഈസ് എ ഫണ്ടമെന്റൽ ടോട്ട് ഓഫ് ലോ. ഇതിന്റെ ഒബ്ലിഗേഷൻസ് ഓഫ് ഫോർ ഇൻഡിവിജ്വൽ ആണ്, ഒരു വ്യക്തിയുടെ ഒബ്ലിഗേഷൻസ് ആണ്. അതായത് റീസണബിളി കെയർ ഒരു വ്യക്തി നിർബന്ധമായിട്ടും റീസണബിൾ ആയിട്ടുള്ളൊരു കെയർ എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ്? മറ്റുള്ളവർക്ക് ഹാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഈ ഡ്യൂട്ടി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടിയും വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ നെഗ്ലിജൻസ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഹാസ് റിട്രൈഡ് ദ എസെൻഷ്യൽ കോമ്പോണന്റ് ടു എസ്റ്റാബ്ലിഷ് എ ക്ലെയിം. അതായത് ഡ്യൂട്ടി ഓഫ് കെയർ ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽ മസ്റ്റ് ഓർ ഡ്യൂട്ടി കെയർ ഓഫ് പേഷ്യൻസ്. ഇതിനകത്ത് പറഞ്ഞ എന്താണ്? മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാർ പേഷ്യൻസുമായിട്ട് മസ്റ്റായിട്ട് ഒരു ഡ്യൂട്ടി ഉണ്ട്. പേഷ്യൻറ്റിനോട് മസ്റ്റായിട്ട് അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. അവരത് വയലേറ്റ് ചെയ്ത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയാണ് പറയുന്നത്. ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി മെഡിക്കൽ പ്രൊഫഷണൽസ് അത് അങ്ങനെ വരുമ്പോൾ ഹാമിന് റിസൾട്ടായി തീരും, ഹാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ജഡ്ജ്മെന്റ് അതുപോലെ തന്നെ ഉദാഹരണത്തിന് നോക്കും, മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കേസിൽ 13 വയസ്സുള്ള കുട്ടി ലോസ്റ്റ് ഈസ് വിഷൻ ഇൻ ഈസ് റൈറ്റ് ഐ ഫോളോയിങ് കാറ്ററിക് സർജറി, അതായത് കണ്ണിന്റെ സർജറിക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഈ 13 വയസ്സുള്ള കുട്ടിയുടെ വിഷൻ നഷ്ടപ്പെട്ടു. ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ ഇനിഷ്യലി ഇത് കണ്ടിട്ട് ഡിസിഷൻ ഓവർടേൺ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ സ്റ്റേറ്റ് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻസിലേക്ക് പോയി, അവിടെ കോമ്പൻസേഷൻ കൊടുത്തു. അതുപോലെ ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? മെഡിക്കൽ പ്രൊഫഷണൽസ് സ്റ്റേറ്റഡ് ദാറ്റ് ഡോക്ടർ വാസ് എ സർട്ടൻ ഡ്യൂട്ടി ടു ദിയർ പേഷ്യൻസ്, ഡ്യൂട്ടി ഓഫ് കെയർ ചെയ്യണം, ഡിസൈഡിങ് അണ്ടർടേക്ക് ദ കേസ്. ഡ്യൂട്ടി ഓഫ് കെയർ ഡിസൈഡിങ് എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. ഡ്യൂട്ടി കെയർ എന്ന് പറയുന്നത് എന്താണ്? അവർ ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് നെഗ്ലിജൻസ് ആയിട്ട് കണക്കാക്കും ഡോക്ടറുടെ. അടുത്ത നാലാമത്തത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഓൺസ് എ ഡ്യൂട്ടി ഓഫ് കെയർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ സംഭവിക്കുന്നു? ഒരു ഡ്യൂട്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഡ്യൂട്ടിയെ ബ്രീച്ച് ചെയ്യുമ്പോൾ, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡ്യൂട്ടിയെ ബ്രീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് മസ്റ്റ് ബി എ പ്രൂഫ് ദാറ്റ് ദ ഡ്യൂട്ടി വാസ് ബ്രീച്ച്ഡ് ഡ്യൂ ടു ആക്ട് ഒമിഷൻ ഓഫ് ദ ഡിഫൻഡന്റ്. ഇത് ടോർഷ്യസ് ലയബിലിറ്റി വരണമെങ്കിൽ നമ്മൾ ആദ്യമേ അതായത് പ്ലെയിൻറ്റിഫ് ആദ്യമേ ക്ലെയിം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൂഫ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? മസ്റ്റ് be proof that the duty was breached due to an act or omission. അതായത് ഇവിടെ അവരുടെ ഡ്യൂട്ടി വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫൻഡന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്റ്റോ ഒമിഷൻസോ കൊണ്ട് ഒരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആണ് എന്ത് ചെയ്യുന്നത്? ടോർഷ്യസ് വയലേഷൻസ് ഉണ്ടാകുന്നത്. അതായത് ഡ്യൂട്ടി ഓഫ് കെയർ എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നിയമമാണ്. ഡ്യൂട്ടി വാസ് ബ്രീച്ച്ഡ് ത്രൂ ആക്ട് ഓഫ് ഒമിഷൻ ബൈ ദ ഡിഫൻഡന്റ് ലീഡിങ് ഫ്രം ഹാം ആൻഡ് ലോസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഡ്യൂട്ടിയെ ബ്രീച്ച് ചെയ്യുകയാണ് എങ്കിൽ, അത് ഹാം ഉണ്ടാക്കുകയാണ് എങ്കിലാണ് കോടതി എന്ത് ചെയ്യുന്നത്? ആ ഇൻസൈഡിലാണ് കോടതി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്ത് പറഞ്ഞ എന്താണ്? ഇത് എക്സിസ്റ്റൻസ് ഓഫ് എ ഡ്യൂട്ടി ഓഫ് കെയർ നോക്കും, ദ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി നോക്കും, അതുപോലെ ഡാമേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതൊക്കെ കെയർ കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്ന് പറയുന്നു. അടുത്ത കേസ് സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മദ്രാസ് ഹൈക്കോടതി ഇത് തന്നെയാണ് പറഞ്ഞത്. ഗവൺമെന്റ് ഓഫീഷ്യൽ, അതായത് പെറ്റീഷൻ ക്ലെയിംഡ് ദാറ്റ് ഹിസ് സൺ ഡെത്ത് വാസ് കോസ്ഡ് വിത്ത് നെഗ്ലിജൻസ് ഓഫ് ദ ഗവൺമെന്റ് ഒഫീഷ്യൽസ്. ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ നെഗ്ലിജൻസ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോൻ മരിച്ചതെന്ന് ക്ലെയിം ചെയ്തു. ദ കോർട്ട് എക്സാമിൻഡ് The court examined whether there was a breach of a duty by officials if he breached directly result harm. അതായത് കോടതി എക്സാമിൻ ചെയ്തത് അവിടെ അങ്ങനെ ഒരു ഡ്യൂട്ടിയുടെ ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടോ, ഒരു ഓതറൈസ് ചെയ്തൊരു എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഡ്യൂട്ടിയുടെ വയലേഷൻസ് ഉണ്ടോ എന്നാണ് നോക്കിയത്. അതുപോലെ ഈ കേസിനകത്ത് പറഞ്ഞ വിശ്രാം വേഴ്സസ് ഫിനാൻഷ്യൽ സർവീസസ്, അതായത് ഹൈക്കോർട്ട് ഡിസീസ്ഡ് പ്രിസൈഡിങ് ഫ്രം നെഗ്ലിജൻസോ ഡിഫാൾട്ടോ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ടോ എന്ന് നോക്കി. അടുത്ത അഞ്ചാമത്തത് കോസേഷൻ ദ പ്രോക്സിമേറ്റ് കോസ്. ഇത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് റോങ്ഫുൾ ആക്ട് മസ്റ്റ് ബി ദ ഡയറക്റ്റ് കോസ് ഓഫ് ദ ഹാം സഫേർഡ്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു റോങ്ഫുൾ ആക്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹാം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ റോങ്ഫുൾ ആക്ട് എന്ന് പറയുന്നത്.
ഈ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിംസിനകത്ത് എന്താ പറയുന്നത്, ഇറ്റ് കോസസ് എൻഷുർ ദാറ്റ് ലൈബിലിറ്റി ഈസ് ഇമ്പോസ്ഡ് ഓൺലി വെൻ ദ ഡാമേജസ് ഈസ് ഫോർസീനബിൾ കോൺസിക്വൻസസ് ഓഫ് ദ റോങ്ഫുൾ ആക്ട്. എന്ന് വെച്ചാൽ എന്താണ് പ്രോക്സിമേറ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി ഒരു കാരണം ഉണ്ടായിരുന്നു, ആ കാരണത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. മുൻകൂട്ടി ഫോർസിബിൾ കോൺസിക്വൻസസ് ഉണ്ടാവും. അത് നമ്മൾ മുന്നേ പറയും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രവൃത്തി കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി പറയും. ഫോർസീൻ ഉണ്ടാവും, പ്രോക്സിമേറ്റ് വരാൻ സാധ്യതയുള്ള സംഭവം. ടോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് എൻഷുർ ദാറ്റ് ദ ഡിഫൻഡന്റ് ഈസ് ഹെൽഡ് ലൈബിൾ ഓൺലി ഫോർ ദ ഹാം ആർ ഫോർസിബിൾ കോൺസിക്വൻസസ് ഫോർ റോങ്ഫുൾ ആക്ട്. ഒരു ഡിഫൻഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റോങ്ഫുൾ ആക്ടിന് ഫോർസിബിൾ കോൺസിക്വൻസസ് ഉണ്ടാകുന്നു. അതായത് അതിന്റെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പിന്നെയുള്ള കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ. ഉദാഹരണത്തിന് ഈ കേസിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇൻഷുറൻസിന്റെ കേസാണ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോക്സിമേറ്റ് കോസ് വിത്തിൻ ദ കോണ്ടസ്റ്റിലാണ്. അതായത് പിന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് കൊടുക്കുന്നതാണ്. നോട്ട് മിയർലി റിമോട്ട് കോസ്, അത് പെട്ടെന്നുണ്ടാകുന്ന കാരണത്തിനല്ല, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കാരണത്തിനാണ് ജഡ്ജ്മെന്റ് പറയുന്നത്. ജുഡീഷ്യറിയുടെ അപ്രോച്ച്മെന്റ് ടു ദ പ്രോക്സിമേറ്റ് കോസ് ഈസ് എൻഷുറിംഗ് ദാറ്റ് ലൈബിലിറ്റി ഈസ് ഇമ്പോസ്ഡ് ഓൺലി വെൻ ദ ഡാമേജസ് ഈസ് ഫോർസീനബിൾ. അതായത് ഡാമേജ് ഫോർസീൻ ആകുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. ഇനി ആറാമത്തത് റെമഡി ആൻഡ് ലീഗൽ കോൺസിക്വൻസസ് ഇൻ എ ടോർട്ട് ലോ. അതായത് ഈ എന്തിൻ്റെയാണ് ടോർട്ട് ലോയുടെ റെമഡി എന്ന് പറയുന്നത്, ലീഗൽ കോൺസിക്വൻസിൻ്റെ റെമഡി എന്ന് പറയുന്നത് ജനറലി എന്താ ചെയ്തിരിക്കുന്നത്, കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇൻജൻഷൻസ് കൊടുക്കുക. പ്രൈമറിലി റെമഡി മോണിറ്ററി കോമ്പൻസേഷൻ ആണ്. മോണിറ്ററി കോമ്പൻസേഷൻസ് ആണ് ടോർട്ട് പെയിനിൽ അവോയ്ഡ് ചെയ്യുന്നത്. കോർട്ട് മേ ഓൾസോ ഗ്രാൻഡ് ടു അതർ ഫോം ഓഫ് റിലീഫ് ഓൾസോ. എങ്ങനെയുള്ള റിലീഫാണ്, സച്ച് ആസ് എ സ്പെസിഫിക് പെർഫോമൻസ് ആക്ട്, ഡിക്ലറേറ്റീവ് ജഡ്ജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇൻജേർഡ് പാർട്ടി കോടതിയിലൊരു ആക്ഷൻ ബ്രിങ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹം ടോർഷ്യസ് ലോ പ്രകാരം കോടതി അൺലിക്വിഡേറ്റഡ് ആയിട്ടുള്ള ഡാമേജസ് ആണ് അവാർഡ് ചെയ്യുന്നത്. മീനിങ് കോമ്പൻസേഷൻ എമൗണ്ട് ഈസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. അതായത് കോമ്പൻസേഷൻ്റെ എമൗണ്ട് മുൻപ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻസ് കൊണ്ട് കോടതിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. ഈ കേസിനകത്ത് ഇൻ ദിസ് കേസ് ഡോക്ടർ ദാർ നരേഷ് വേഴ്സസ് വികാസ് നരേഷ്, ഇതിനകത്ത് ഇൻ ദിസ് കേസ് ദ കോർട്ട് അഡ്രസ്ഡ് ദ ഇഷ്യൂസ് ഓഫ് നെഗ്ലിജൻസ്. പ്ലെയിൻറ്റിഫ് ഹാം സഫേർഡ് ഡ്യൂ ടു ദ ഡിഫൻഡന്റ് ആക്ഷൻ. ഡിഫൻഡന്റിന്റെ ആക്ഷൻസ് കൊണ്ട് നെഗ്ലിജൻസ് സംഭവിച്ചു. അതുപോലെ ഈ കേസ് 25 ഫെബ്രുവരി 1 കേസാണ്. ഇൻ ദ കേസ് ഇവോൾവ് ദാറ്റ് ഡിസ്പ്യൂട്ട്സ് കോർട്ട് ഗ്രാൻഡഡ് ഇൻജൻഷൻ ടു കണ്ടിന്യൂയിങ് ആൻഡ് ആക്ഷൻസ് വാസ് കോസിംഗ് പ്ലെയിൻറ്റിഫ്. തുടർച്ചയായിട്ട് പ്ലെയിൻറ്റിഫിനെതിരായിട്ടുള്ള ആക്ഷൻസ് അന്നപ്പോൾ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു, റെമഡി കൊടുത്തു. ഇതൊക്കെയാണ് കോടതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഈ 5 എണ്ണവും നമ്മൾ കഴിഞ്ഞു. 5 എണ്ണം കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ കീ പ്രിൻസിപ്പിൾസ് സപ്പോർട്ടിങ് ദ ടോർഷ്യസ് ലയബിലിറ്റി. എന്തൊക്കെയാണ് ഈ ഒരു എസ്സേ വരുമ്പോൾ ഇത് രണ്ടും ഇത്രയുമാണ് നമ്മൾ ചേർത്ത് എഴുതേണ്ട കാര്യങ്ങൾ. ഇത് മെയിൻ പോയിന്റ് എഴുതി പോയാൽ മതി. അതായത് ദ കീ പ്രിൻസിപ്പിൾ സപ്പോർട്ടിങ് ദ ടോർഷ്യസ് ലയബിലിറ്റി. അതായത് എന്തൊക്കെ കീ പ്രിൻസിപ്പിൾസ് ആണ് ടോർഷ്യസ് ലയബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നത്. 3 കീ പ്രിൻസിപ്പിൾസ് ആണ് ടോർഷ്യസ് ലയബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊന്നാണ് ഫോൾട്ട് പ്രിൻസിപ്പിൾസ്. ഫോൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾട്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അത് എന്തിൻ്റെ ബേസിലാണ് ലയബിലിറ്റി വരുന്നത്, നെഗ്ലിജൻസിൻ്റെ ബേസിൽ, ഇൻറ്റൻഷണൽ റോങ് ഡൂയിങ്ങിൻ്റെ ബേസിൽ, റിക്ലെസസിൻ്റെ ബേസിൽ. അതായത് എന്താണ് നെഗ്ലിജൻസ് സംഭവിക്കുന്നു, റീസണബിൾ കെയർ കൊടുക്കേണ്ട സമയത്ത് റീസണബിൾ കെയർ കൊടുക്കുന്നില്ല, കാർ ആക്സിഡന്റ് ഡ്യൂ ടു ദ കെയർലെസ് ഡ്രൈവിങ്, ഇന്റൻഷണൽ റോങ് ഡൂയിങ്, ഡെലിബറേറ്റ് ആക്ഷൻ കോസിങ്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നു, ഡെലിബറേറ്റ്ലി മറ്റൊരാൾക്ക് ഹാം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന് അസാൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫോമേഷൻ ചെയ്യുന്നു. റിക്ലെസസ് എന്താണ്, ഡിസ്റിഗാർഡഡ് ദ സേഫ്റ്റി ഓഫ് അതേഴ്സ്. അതായത് മറ്റൊരാളുടെ സേഫ്റ്റി ഒന്നും നോക്കാതെ അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇൻറ്റൻഷൻ ഒന്നും ഇല്ലെങ്കിൽ ഹാം സംഭവിക്കുന്നു. അത് ഉദാഹരണം എന്തിനാണ്, റിക്ലെസസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് നടത്തുന്നത്. അതാണ് ഇപ്പോൾ ഫോൾട്ട് പ്രിൻസിപ്പിൾസിൻ്റെ 3. അപ്പോൾ ഫോൾട്ട് പ്രിൻസിപ്പിൾസിന് 3 കീ ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് നെഗ്ലിജൻസ്, 2 ഇൻറ്റൻഷണൽ റോങ് ഡൂയിങ്, 3 റിക്ലെസസ്. കിഷൻ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, റെയിൽവേ കമ്പനി സഫേർഡ് ഇഞ്ചുറി ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് റെയിൽവേ അതോറിറ്റീസ്. അപ്പം കോർട്ട് റെയിൽവേ എംപ്ലോയീസ് റെയിൽവേ അതോറിറ്റിയായിട്ടുള്ള സഫർ ചെയ്ത സമയത്ത് കോടതി ഡിറ്റർമൈൻ ചെയ്ത് ഫോൾട്ട് ലൈബിൾ ഡാമേജ്. ദ സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് ഇൻ ഫേവർ ഓഫ് ദ എംപ്ലോയിയുടെ ഫേവറിന് ചെയ്തിട്ട് പറഞ്ഞ എന്താണ്, ബ്രീച്ച് ഓഫ് ദ ഡ്യൂട്ടി ബൈ ദ റെയിൽവേ അതോറിറ്റി മെയ്ഡ് ദം ലൈബിൾ അണ്ടർ ദ ഫോൾട്ട് പ്രിൻസിപ്പിൾസ്. ഫോൾട്ട് പ്രിൻസിപ്പിൾസ് പ്രകാരം റെയിൽവേ അതോറിറ്റി തൊഴിലാളികളോട് ചെയ്തത് അവർ ലൈബിളാണ്, അവർ അത് ചെയ്തതിന് അത് അവരാണ് ലൈബിൾ എന്ന് പറയുന്നു. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്ട്രിക്റ്റ് ലൈബിലിറ്റി.
സ്ട്രിക്ട് ലൈബിലിറ്റി പറയുന്നത് എന്താണ്? ലൈബിലിറ്റി ഇമ്പോസ്ഡ് വിത്തൗട്ട് എ പ്രൂഫ് ഓഫ് ദ ഫോൾട്ട്. അതായത് ഒരു പ്രൂഫ് ഓഫ് ദ ഫോൾട്ട് ഒന്നും ഇല്ലാതെ തന്നെ, അതൊന്നും നോക്കാതെ, അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ എന്ത് ചെയ്തു, അയാളുടെ ലൈബിലിറ്റി കൊടുക്കുന്നതാണ് സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ, ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ സ്ട്രിക്ട് ലൈബിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്ന കേസ് എന്ന് പറയുന്നത് ഈ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന ഒരു കേസാണ്. അതിനകത്ത് പറയുന്നത് എന്താണ്? യൂഷ്വലി സംഭവിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താണ്? ടോർട്ട് ഓഫ് ആക്ഷൻ ദ ഡിഫൻഡന്റ് ഷുഡ് ഹാവ് ഇന്റൻഷൻ ടു കമ്മിറ്റ് എ റോങ്. അതായത് ഫോർ എ ടോർട്ട് ഓഫ് ആക്ഷൻ ദി ഡിഫൻഡന്റ് ഷുഡ് ഹാവ് ഇന്റൻഷൻ ടു കമ്മിറ്റ്. അതായത് ടോർട്ട് ഓഫ് ആക്ഷൻസ് എന്ന് ടോർട്ട് ഒരു ആക്ഷനായിട്ട് പറയണമെങ്കിൽ ഡിഫൻഡന്റിന് ഒരു റോങ് ഫുൾ ആക്ട് ചെയ്യാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ബട്ട് ഇൻ സം കേസസ്, അതായത് ചില കേസുകൾ ഡിഫൻഡന്റ് വിൽ ബി ലൈബിൾ ഈവൻ ദോ ദർ ഈസ് എക്സിസ്റ്റ് നോ നെഗ്ലിജൻസ് നോ റോങ് സച്ച് കേസ് സ്ട്രിക്ട് ലൈബിലിറ്റി. എന്നാൽ ചില കേസുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡന്റിന് അങ്ങനെ ഒരു ഡിഫൻഡന്റിന്റെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസോ ഡിഫൻഡന്റിന്റെ ഭാഗത്ത് ഒരു റോങ് ആക്റ്റോ ഒന്നും നടന്നില്ല എങ്കിൽ കൂടിയും ഡിഫൻഡന്റ് ലൈബിൾ ആവും. അതാണ് സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? യൂഷ്വലി ഫോർ ടോർട്ട് ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്നത് ദി ഇന്റൻഷൻ ടു കമ്മിറ്റ് എ റോങ്, ഒരു റോങ് കമ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ ലൈബിൾ ആവും. പക്ഷെ ചില കേസുകളിൽ ഈ ഡിഫൻഡന്റിന് ഒരു ലൈബിലിറ്റി, ഒരു ഇന്റൻഷനും ഇല്ല, ഒരു നെഗ്ലിജൻസും ഇല്ല. ഡിഫൻഡന്റിന്റെ ഭാഗത്ത് ദർ ഈസ് നോ നെഗ്ലിജൻസ് നോ റോങ്, ബട്ട് എങ്കിൽ കൂടിയും ഡിഫൻഡന്റ് ലൈബിൾ ആവും. അതിനാണ് സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു കെയർ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഡിഫൻഡന്റ് ഈസ് ഗ്രേറ്റർ. അതായത് ഡിഫൻഡന്റിന്റെ ഭാഗത്ത് ഡ്യൂട്ടി ടു കെയർ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അയാൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ കൂടിയും അയാൾ അതിനകത്ത് നേരിട്ടില്ല എങ്കിൽ കൂടിയും അയാളുടെ ഭാഗത്തൊരു ഡ്യൂട്ടി മുൻകൂട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് ഇയാൾ തന്നെ ചെയ്തതായിട്ട് കണക്കാക്കും. ദ റൂൾ ഓഫ് സ്ട്രിക്ട് ലൈബിലിറ്റി ലെയ്ഡ് ഡൗൺ ചെയ്തത് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന കേസിനകത്താണ്. റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന ഒരു കേസിനകത്താണ്. അതായത് ഇതിനകത്ത് വന്ന വിധി എന്ന് പറയുന്നത് ദ പേഴ്സൺ ഫോർ ഹിസ് ഓൺ പർപ്പസസ് ബ്രോട്ട് എ ഗുഡ് ഇൻ ഹിസ് ഓൺ ലാൻഡ്. ഒരു വ്യക്തി അവൻ്റെ സ്വന്തം ആവശ്യത്തിന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് അവൻ്റെ ലാൻഡിൽ സൂക്ഷിക്കുകയാണ്. ആൻഡ് കളക്ട് ആൻഡ് കീപ്പ് ഇൻ ഹിസ് ഓൺ കസ്റ്റഡി. അയാൾ കളക്ട് ചെയ്ത് അയാളുടെ സ്വന്തം കസ്റ്റഡി വയ്ക്കുകയാണ്. ആ സാധനം എന്ത് ചെയ്യണം? ഇത് തിങ് വാസ് ഡേഞ്ചർലി ലൈക്ക് ടു ഡു മിസ്റ്റീഫ്. അതായത് മറ്റുള്ളവർക്ക് അത് ശല്യം ഉണ്ടാകുകയാണ്, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ, ഉദാഹരണം അത് എസ്കേപ്പ് ചെയ്ത് അതാ കാരണത്താൽ മറ്റുള്ളവർക്ക് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് നിരന്തരം ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എന്താന്ന് പറയുന്നത്? അത് അങ്ങനെയാണ് എങ്കിൽ അതിനെയാണ് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചറിനകത്ത് സ്ട്രിക്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്ട് ലൈബിലിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്ന ഇത്. ഒന്ന്, എ പേഴ്സൺ ഫോർ ഹിസ് ഓൺ പർപ്പസ് ബ്രോട്ട് എ ഗുഡ്സ്. ഒരു വ്യക്തി അവൻ്റെ സ്വന്തം ആവശ്യത്തിന് സാധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു. ദാറ്റ് ഗുഡ്സ് ദാറ്റ് ആർ ഡേഞ്ചറസ് ലൈക്ലി ടു, അങ്ങനെയുള്ള സാധനങ്ങൾ ഡേഞ്ചർ ആണ് അല്ലെങ്കിൽ ഒഴുകി പോകാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവർക്ക് ശല്യമാകാൻ സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ ശല്യമാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ സാധനം എസ്കേപ്പ് ചെയ്തത് അത് ഒഴുകി അല്ലെങ്കിൽ അത് മറ്റുള്ളവൻ്റെ വിളയിലേക്ക് പോയി, ഇറ്റ് കോസ്ഡ് ഡാമേജ് ടു ദ പബ്ലിക്. അത് ഡാമേജസ് ആർക്ക് ഇതായി തീർന്നു? അത് ഈ മറ്റുള്ള പബ്ലിക്കിന് ഡാമേജ് ആയി തീർന്നു. അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കേസ് എന്താണ്? ദ പ്ലെയിൻറ്റിഫ് ഒരു എന്താണ്? ദ ഡിഫൻഡന്റ് മോട്ടോർ കാർ ബോത്ത് ആർ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ. ദ ഡിഫൻഡന്റ് ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറാണ്. അതായത് ഒരു റിസർവെയർ കൺസ്ട്രക്ട് ചെയ്തിട്ട് റിസർവെയറിൻ്റെ കുറേ ഈ ഓൾഡ് ഷാർഫുകളും വലിയ വലിയ ഇരുമ്പിൻ്റെ സംഭവങ്ങളും എല്ലാം അയാൾ എന്ത് ചെയ്തു? ഇയാൾ അവിടെ അയാളുടെ പ്രോപ്പർട്ടി തന്നെ സൂക്ഷിച്ചിട്ട് കോൺട്രാക്ടർ എന്ത് ചെയ്തു? അതിനെ ഡു നോട്ട് ബ്ലോക്ക് ദ ഷാർഫ്, അതിനെ അടച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ മഴ വന്നപ്പോഴത്തേക്ക് റിസർവെയർ ഫില്ലായി വെള്ളം മുഴുവൻ എസ്കേപ്പ് ചെയ്ത് ഇത് തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അണ്ടർഗ്രൗണ്ട് അത് മൊത്തം വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തി ഓവർഫ്ലോ ആയിട്ട് തൊട്ടടുത്തുള്ള കൽക്കരി കനിയിൽ വെള്ളം ഇടിച്ചു കയറുകയും ഒരുപാട് നഷ്ടം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി പറഞ്ഞ എന്താണ്? സ്ട്രിക്ട് ലൈബിലിറ്റി അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു എന്താണ്? ഇലക്ട്രിസിറ്റിയോ ഓയിൽ ഫ്യൂമോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഡാമേജ് ഉണ്ടാവാൻ സാധ്യത ഉള്ളെങ്കിൽ അത് പ്ലെയിൻറ്റിഫിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക? അത് സംരക്ഷിച്ച് വെക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു. അതാണ് ഈ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന കേസ്. റീസെൻ്റ് 2-3 കേസുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശ് വേഴ്സസ് കോർട്ട് പറഞ്ഞ എന്താണ്? റെയിൽവേ ആക്ട് പ്രകാരം സ്ട്രിക്ട് ലൈബിലിറ്റി ഉണ്ട്. റെയിൽവേ ആക്സിഡൻറ്റുകൾക്ക് സ്ട്രിക്ട് ലൈബിലിറ്റി കൊടുത്തു. അതുപോലെ തന്നെ കോർട്ട് എംഫസൈസ് ദ തിയറി ഓഫ് സ്ട്രിക്ട് ലൈബിലിറ്റി അപ്ലൈസ് മേക്കിംഗ് റിലവൻറ്റ് ആണ് ഹു ഹാസ് എ ഫോൾട്ട് ആർക്കാണോ അവർക്ക് ഇറലവൻ്റ് ആണെന്നുള്ള കാര്യം അവിടെ പറയുന്നില്ല. പക്ഷേ എന്താ? സ്ട്രിക്ട് ലൈബിലിറ്റി ഫോൾട്ട് ആരുടെ ഭാഗത്താണെങ്കിൽ സ്ട്രിക്ട് ലൈബിലിറ്റി റെയിൽവേ കമ്പനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിക്കകത്തും പറയുന്നുണ്ട് സ്ട്രിക്ട് ലൈബിലിറ്റി അവാർഡ് അനുസരിച്ച് ഒരു കോമ്പൻസേഷൻ അവാർഡ് ചെയ്തു. അതുപോലെ തന്നെ ഗ്യാസ് ലീക്ക് ഇൻസിഡൻറ്റിനകത്ത് പറയുന്നുണ്ട് the applicability of the absolute liability is the legal experts ഡിബേറ്റ് എടുത്ത് ചെയ്തു. എന്നിട്ടാണ് പറഞ്ഞത് ഈ കേസിനകത്തെല്ലാം സ്ട്രിക്ട് ലൈബിലിറ്റി എല്ലാം പബ്ലിക് സേഫ്റ്റി കൺസേണിനെ കുറിച്ചിട്ടാണ്. ഇനി വൈക്കാരിയസ് ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ.
അപ്പോൾ വൈക്കാരിയസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ഓഫ് ദ ആക്ട് ഓഫ് അനദർ. അതെന്താണ്? വേറൊരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട് വേറൊരാളുടെ പ്രവൃത്തി കൊണ്ട്, അത് ലൈബിലിറ്റി ഫോർ ദ ആക്ട്സ് ഓഫ് അനദർ എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ട് ലൈബിലിറ്റി ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് എംപ്ലോയേഴ്സ് ലൈബിലിറ്റി ഫോർ എംപ്ലോയീസ്, മുതലാളിയുടെ ലൈബിലിറ്റി തൊഴിലാളികളാൽ. അതായത് ജനറൽ റൂൾ നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് എന്താണ്? ജനറൽ റൂൾ പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഈസ് ലൈബിൾ ഫോർ ഹിസ് റോങ്ഫുൾ ആക്ട്. ഒരു വ്യക്തി അയാൾ ചെയ്ത റോങ്ഫുൾ ആക്ടിനാണ് ലൈബിൾ. ഈ ഡസ് നോട്ട് ഇൻക്വയർ എനി ലൈബിലിറ്റി ഓഫ് അനദർ ആക്ട്സ്. അതായത് ഈ നോർമൽ നിയമം അനുസരിച്ച് വേറൊരുത്തം ചെയ്ത ഒരു പ്രവൃത്തിക്ക് ഒരു കാരണവശാലും അതിൽ ലൈബിൾ ആവത്തില്ല. ബട്ട് ഇൻ ദ സർട്ടൺ കേസസ്, വൈക്കാരിയസ് ലൈബിലിറ്റി പോലുള്ള കേസിനകത്ത് ദ ലൈബിലിറ്റി ഓഫ് ദ വൺ പേഴ്സൺ ഫോർ ദ ആക്ട് ഡൺ ബൈ അനദർ, ഒരു ആൾ ചെയ്ത പ്രവൃത്തിയുടെ ലൈബിലിറ്റി വേറൊരാൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പേഴ്സൺ മേ റൈസ് ഏറ്റെടുക്കുകയല്ല, അയാളിലേക്ക് വരും. ഉദാഹരണത്തിന് എന്താണ്? ദ ലൈബിലിറ്റി ഓഫ് എ ഫോർ ദ ആക്ട് ഡൺ ബൈ ബി എന്ന് വെച്ചാൽ എക്ക് ലൈബിലിറ്റി വരും ബി ചെയ്ത പ്രവൃത്തി കൊണ്ട്. പക്ഷെ അത് ഇറ്റ് അറൈസ് ഓൺലി ഇൻ സർട്ടൺ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അത് സർട്ടൺ കണ്ടീഷൻ ചുമ്മാ ഒന്നും വരത്തില്ല. സർട്ടൺ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്തെങ്കിൽ മാത്രമേ വേറൊരാൾ ചെയ്ത പ്രവൃത്തിക്ക് ഇയാൾ ലൈബിൾ ആവത്തുള്ളൂ. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദർ ഷുഡ് ബി എ സർട്ടൺ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഇവർ തമ്മിൽ ഒരു സർട്ടൺ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, എയും ബിയും തമ്മിൽ. It is also necessary that wrongful act done by B is connected with the relationship. അതായത് എന്താണ്? ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ചെയ്ത പ്രവർത്തിക്ക് ഇയാൾ വൈക്കാരിയസ്ലി ലൈബിൾ ആവുള്ളൂ. എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് സാധാരണയായിട്ട് പറയുന്നത്? ദ ലൈബിലിറ്റി ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ തോട്ട് ഓഫ് ഹിസ് ഏജന്റ്. അതായത് പ്രിൻസിപ്പിളിൽ അദ്ദേഹത്തിന്റെ ഏജന്റ് ചെയ്ത പ്രവർത്തിക്ക് ലൈബിൾ ആവും. പാർട്ട്നേഴ്സ് ഓരോരോ പാർട്ട്ണർ ചെയ്ത പ്രവൃത്തി മറ്റുള്ള എല്ലാ പാർട്ട്ണറും ലൈബിൾ ആവും. ലൈബിലിറ്റി ഓഫ് ദ മാസ്റ്റർ ഓഫ് ദ ഫോർ തോട്ട് ഓഫ് ഈ സർവൻറ്റ് ചെയ്ത പ്രവൃത്തിക്ക് മാസ്റ്റർ ലൈബിൾ ആവും. ഇതാണ് വൈക്കാരിയസ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. വൈക്കാരിയസ് ലൈബിലിറ്റി ഇത്രയേ ഉള്ളൂ. വൺ പേഴ്സൺ ഫോർ ദ ആക്ട് ഡൺ ബൈ അനദർ പേഴ്സൺ മേ അറൈസസ്. മറ്റൊരാൾ ചെയ്ത പ്രവൃത്തിക്ക് വേറൊരാൾ ലൈബിൾ ആവും, അയാൾ അതിനകത്ത് ഇല്ലെങ്കിൽ കൂടി. പക്ഷേ സെർട്ടൺ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിക്ക് കോർട്ട് ഹെൽഡ് ദാറ്റ് ഡോക്ടർ cannot be held liable in criminal cases based on the position of the company. In this emphasize that individual involved negligence of active liability. എന്ന് വെച്ചാൽ കോടതി ruled out the directors cannot be held in the vicariously liable criminal cases based on the position within the company. അത് കമ്പനിയിലെ ഈ കോടതി ഇതിനകത്ത് പറഞ്ഞ എന്താണ്? The court ruled that doctors cannot be held vicariously liable in a criminal cases. അതായത് ഒരാളുടെ സിംഗിൾ പൊസിഷൻസിൽ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ലൈബിൾ ആവില്ല, കമ്പനി ലൈബിൾ ആവില്ല എന്നാണ് പറയുന്നത്. അത് സുപ്രീം കോടതിക്ക് അടുത്ത കേസിനകത്ത് പറഞ്ഞത് എന്താണ്? സെക്ഷൻ 141 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഡീൽസ് വിത്ത് ഒഫൻസസ് റിലേറ്റഡ് ചെക്ക് ഡിസ്ഹോണർ ഇൻ എ പീനൽ പ്രൊവിഷൻസ്. സർട്ടൺ വൈക്കാരിയസ്ലി ലൈബിലിറ്റി മസ്റ്റ് ബി സ്ട്രിക്ട്ലി കൺസ്ട്രക്റ്റഡ്. ചെക്ക് കേസ് വരുമ്പോൾ വൈക്കാരിയസ്ലി ലൈബിൾ സ്ട്രിക്ട്ലി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡം വേഴ്സസ് സുപ്രീം കോർട്ട് കേസിനകത്ത് ദ കോർട്ട് ഡിലൈൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ വൈക്കാരിയസ് ലൈബിലിറ്റി. ഇതിനകത്ത് ഈ വൈക്കാരിയസ് ലൈബിലിറ്റി എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ബൗണ്ടറീസ് സെർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ കൺഫറിങ് ദ ഓർഗനൈസേഷൻസ് ആർ നോട്ട് ഓട്ടോമാറ്റിക്കലി ലൈബിൾ ആക്ഷൻസ് ഇൻ അതായത് ഒരാൾ ചെയ്ത പ്രവൃത്തിയിൽ അയാളുടെ ഓർഗനൈസേഷൻ ലൈബിൾ ആവത്തില്ല, അയാളുമായിട്ട് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ. അതാണ് ഇതിനകത്ത് പറയുന്നത്. മാരിലൻഡ് കോർട്ട് ഓഫ് അപ്പീലിനകത്ത് പറയുന്നുണ്ട് കോർട്ട് എക്സാമിൻഡ് വെതർ ദ ഹോസ്പിറ്റൽ കുഡ് ബി വൈക്കാരിയസ്ലി ലൈബിൾ. സർജന്റെ നെഗ്ലിജൻസിന് കോടതി ലൈബിൾ ആകുമോ എന്നാണ് പറയുന്നത്. ദ ഡിസിഷൻ ഹൈലൈറ്റഡ് ദാറ്റ് ഹോസ്പിറ്റൽ മേ ബി റെസ്പോൺസിബിൾ ഫോർ ദ ആക്ഷൻസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എമർജൻസി റൂം റിഗാർഡസ് ദ ഫോർമൽ എംപ്ലോയി സ്റ്റാറ്റസ്. അതായത് ഇതിനകത്ത് പറഞ്ഞ എന്താണ്? ഈ ഹോസ്പിറ്റൽ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള എമർജൻസി റൂം പ്രൊവൈഡ് ചെയ്യാതിരുന്നിട്ട് ലൈബിൾ ആകുമ്പോൾ കോടതി ഹോസ്പിറ്റൽ ലൈബിൾ ആകും എന്നാണ് പറയുന്നത്, വൈക്കാരിയസ്ലി ലൈബിൾ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ ഈ ഒരു സംഭവം കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ടോർഷ്യസ് ലൈബിലിറ്റിയുടെ ഫൗണ്ടേഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്.